നമുക്ക് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകണം. അവിടെ ഇന്നലെ അർദ്ധരാത്രിയോടെ ഏതാണ്ട് 11:30 മണിക്ക് ശേഷമാണ് ഈ ചുഴലിക്കാറ്റ് കരതൊട്ടത്. അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. പുതുച്ചേരി തീരത്തിന് സമീപം ചുഴലിക്കാറ്റ് കരതൊടുകയായിരുന്നു. കരതൊട്ടതോടെയാണ് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. ചെന്നൈയിലും മറ്റു ജില്ലകളിലും കനത്ത മഴ തുടരുന്നുണ്ട്. മഴക്കെടുതിയിൽ 4 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തു. ചെന്നൈ വിമാനത്താവളം തുറന്നു. ട്രെയിൻ സർവീസും പുനരാരംഭിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ ഭീതി വിതച്ച ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട് എങ്കിൽ പോലും നാശനഷ്ടങ്ങളൊക്കെ കണക്കാക്കി വരുന്നതേയുള്ളൂ. തിരമാലകൾ വലിയ തോതിൽ ആഞ്ഞടിച്ച പശ്ചാത്തലമൊക്കെയുണ്ട് തീരപ്രദേശങ്ങളിൽ. അങ്ങനെ തമിഴ്നാടിന് ഭീതി ജനിപ്പിച്ച ആന്ധ്രയുടെ കിഴക്കൻ തീരത്തിലടക്കം ഭീതിജനകമായിരുന്ന ഫിഞ്ചാൽ കരതൊട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മഴ പല ജില്ലകളിലും അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സുബി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുബി, ഇപ്പോൾ ഈ കരതൊട്ടു എന്നുള്ളതാണ് അതിതീവ്ര ന്യൂനമർദ്ദമാകുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന പല ജില്ലകളിലും അത് ഓറഞ്ച് അലേർട്ടായി എന്ന വിവരങ്ങളുമുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ പല ജില്ലകളിലും? തീർച്ചയായും രഞ്ജിത്ത്, മഴ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇന്നലെ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ തമിഴ്നാടിന്റെ തീരം തൊട്ടത്. പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇത് തീരം തൊട്ടത്. വലിയൊരു നാശനഷ്ടമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അത്രയും വലിയ തീവ്രമായ ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് തീരം തൊട്ടതിന് ശേഷം ഇപ്പോൾ തമിഴ്നാടിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരം കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടുകൂടി തന്നെ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. 10 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് അടിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 7 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറിയിട്ടുണ്ട്. കനത്ത കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇതിന്റെ ദിശയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മഴക്കെടുതി എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ പുതുച്ചേരിയുടെ ഭാഗം, ഈ ഏറ്റവും കനത്ത മഴ ലഭിക്കുന്നത് ഈ ചുവപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ്. പുതുച്ചേരി, ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരി, കടലൂർ, വീഴുപുരം ജില്ലകളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഈ വൈദ്യുതാഘാതമേറ്റാണ് 4 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ കനത്ത മഴ പെയ്തതോടുകൂടി വൈദ്യുതാഘാതത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മഴ 4 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ചെന്നൈ വിമാനത്താവളം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അടച്ചത്. ചെന്നൈ വിമാനത്താവളം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ്. 226 ഫ്ലൈറ്റുകൾ ഇതിനോടകം ചെന്നൈയിൽ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും തമിഴ്നാട്ടിൽ 13 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില്ലുപുരം, കല്ലാക്കുറിച്ചി, കൂടല്ലൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ് തുടരുന്നത്. ഇതിനോടകം തന്നെ 226 ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തെക്കൻ തീരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ ഒരു ദിശ എന്ന് പറയാം. അത് നെല്ലൂര്, തിരുപ്പതി വഴി പോയി അതോടുകൂടി ഇല്ലാതാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുബി, അതായത് ഏതാണ്ട് 100ഓളം വിമാന സർവീസുകളെ ബാധിച്ച ഒരു ചുഴലിക്കാറ്റ്. അതായത് നമുക്കറിയാം ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിൽ വലിയ മഴ, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വലിയ മഴ പെയ്ത പശ്ചാത്തലമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ തെക്കൻ ആന്ധ്രാപ്രദേശിൽ മഴ ശക്തമാകുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. 48 മണിക്കൂറിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്ന് MK സ്റ്റാലിൻ തമിഴ് ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ? ഈ അതിതീവ്ര ന്യൂനമർദ്ദമായ കാറ്റ് അത് കൂടുതൽ തലത്തിലേക്ക് മാറുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നില്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ആ ഒരു സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ അത് ചുഴലിക്കാറ്റ് മാറി വീണ്ടും അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. നല്ല മഴയാണ് പെയ്യുന്നത്. 22 സെന്റിമീറ്റർ ദൈർഘ്യമുള്ള തരത്തിലുള്ള മഴയാണ് പെയ്യുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇത് ഇപ്പോൾ പുതുച്ചേരിയിലാണ് കര തൊട്ടതെങ്കിലും തമിഴ്നാടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലൂടെ ഇത് പോകുന്നു എന്ന വസ്തുതയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത് പോയി നെല്ലൂര്, തിരുപ്പതി ഭാഗങ്ങളിലേക്കാണ് എത്തുക. അതോടുകൂടി അത് അപ്രത്യക്ഷമാകും. ഏതായാലും നെല്ലൂരിൽ ഇന്നലെയൊക്കെ നല്ല കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത്. ഇന്നും അതേ സാഹചര്യം തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാറ്റിന്റെ ദിശ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, കാറ്റിന്റെ ദിശ പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. കാരണം അനുനിമിഷം ഇതിന്റെ ഒരു ദിശ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയ്ക്കാണ് ഇത് കര തൊടുക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് അത് പുതുച്ചേരി
പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇത് കരതൊട്ടത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷം ഇതിപ്പോൾ ചെന്നൈ തീരം കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആന്ധ്രാ തീരത്തേക്ക് കൂടെ കടക്കും. അതോടുകൂടി ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് സമയമെടുക്കും, 2 ദിവസത്തെ സമയമെടുക്കും. കേരളത്തിലും ഇതുപോലെ തന്നെ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ ഓറഞ്ച് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഒരു അലയൊലികൾ അത് കേരളത്തിലേക്ക് കൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ സുരക്ഷയാണ് ഈ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലും മറ്റും നടന്നത്. അതിനെ തുടർന്നാണ് ഇത് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കടൽ തീരത്ത് കടൽക്ഷോഭം ശക്തമാണ്. ഒപ്പം തീരപ്രദേശങ്ങളിലെല്ലാം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ചും ഇന്ന് വീക്കെൻഡാണ്, ശനി ഞായർ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആളുകൾ അധികം പുറത്തിറങ്ങാത്തത് എന്നത് സംബന്ധിച്ചൊരു വിവരമാണ് വരുന്നത്. ഏതായാലും ഭീതി എത്രത്തോളം വിതച്ചു അത്രത്തോളം വലിയൊരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ നേരത്തെ സൂവി പറഞ്ഞ പോലെ വീക്കെൻഡുകളിലൊക്കെ ഔട്ടിംഗ് നിരോധിച്ചിട്ടുണ്ട്, ബീച്ചുകളിൽ നിയന്ത്രണമുണ്ട്, പരിപാടികൾ വീക്കെൻഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക പരിപാടികളൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനം പോലും റദ്ദായിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയത്. അങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോഴും മഴയുടെ ഭീതി, ചുഴലിക്കാറ്റിന്റെ ഭീതിയൊക്കെ തുടരുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. മറ്റു വാർത്ത